മക്കളെ, അപ്പോൾ നമ്മളുടെ എക്സാമിന് ടേബിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുക, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആക്കുക, അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഫ്ലോ ചാർട്ട്സ് ഒക്കെ എക്സാമിന് വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടേബിൾ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനങ്ങുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെയും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴും അനങ്ങുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ട്രക്കിയ കോൺട്രാക്ട് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഓഫ് സെലൈവ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യുന്നു, അങ്ങനെ കുറേ ഈവൻറ്റ്സ് കാണാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഏതെല്ലാം സിമ്പത്തറ്റിക്കിൻ്റെയാണ്, ഏതെല്ലാം പാരാസിമ്പത്തറ്റിക്കിൻ്റെയാണ്. അപ്പം നമുക്കറിയാം ഹാർട്ട് ബീറ്റ് കൂടുന്നത് എന്തിനാണ് അല്ലേ, കറ നല്ലതാണെന്നൊക്കെ നമ്മുടെ പരസ്യത്തിൽ പറയുന്ന പോലെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് നല്ലതാണ്. എപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത് സിമ്പത്തറ്റിക് ആണ്. ട്രക്കിയ കോൺട്രാക്ട് ചെയ്യുന്നു. നമുക്ക് ട്രക്കിയ ഡൈലേറ്റ് ചെയ്താലാണ് കുറേ എയർ കയറാം. അത് കഴിഞ്ഞ് നോർമൽ ആകാൻ വേണ്ടിയിട്ടാണ് ട്രക്കിയ എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ട് ചെയ്യുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സെലൈവ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് സെലൈവയുടെ ഉൽപ്പാദനം കൂടണ്ട, അത് ഭക്ഷണം കഴിക്കുമ്പോൾ മതി. അപ്പോൾ ഇതെന്താണ്, ആവശ്യമില്ലാത്തതാണ് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നത് എന്ന് പറയുമ്പോൾ ഓൾറെഡി കുറച്ചിട്ടുണ്ടാകും സിമ്പത്തറ്റിക്കിൻ്റെ സമയത്ത്, ആ കുറച്ച് സാധനം കൂട്ടുന്നതാണ് പാരാസിമ്പത്തറ്റിക്കിൽ. ദെൻ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യുന്നു അല്ലേ. നമ്മൾ ഓടി രക്ഷപ്പെടുമ്പോൾ പെരിസ്റ്റാൾസിസ് ഗ്ലു 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 ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഇളകണോ? വേണ്ട, സ്ലോ ഡൗൺ ചെയ്യണം. നമുക്ക് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോൺസ്, ന്യൂറോണുകളുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂറോണൽ ഡിസീസസിൻ്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോസ് അല്ലെങ്കിൽ കാരണം, അസുഖം, അതിൻ്റെ ലക്ഷണം. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമീൻ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ്. ഡോപ്പമീൻ്റെ ഉൽപ്പാദനം കുറയുന്ന രോഗമാണ് നമ്മുടെ പാർക്കിൻസൺസ്. ഓക്കെ, പാർക്കിൻസൺസ് ഡിസീസ് ആണ് ഡോപ്പമീൻ്റെ ഉൽപ്പാദനം കുറയുന്നത്. ഇനി അതിൻ്റെ ലക്ഷണം എന്താണ്? നമുക്ക് കുറേ ലക്ഷണങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ബോഡി ഷിവർ ചെയ്യും, ശരീരം വിറയ്ക്കും, അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ബോഡി ബാലൻസ് നഷ്ടപ്പെടും, ബോഡി ബാലൻസ് ലോസ് ആവുന്നു, ഇതൊക്കെ എന്താണ്, നമ്മുടെ ഡോപ്പമീൻ കുറയുമ്പോൾ ഉള്ള പാർക്കിൻസൺസിൻ്റെ ലക്ഷണമാണ്. ഇനി ലോസ് ഓഫ് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുകയാണ്. അതെന്താണ്, എൽഷൈമേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ മറവി രോഗം അല്ലേ. നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, മറവി രോഗം എന്നാണ് പറയുക. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ. ഇൻസോല്യൂബിൾ പ്രോട്ടീൻ എവിടെ അടിഞ്ഞുകൂടുന്നതാണ്, ഇൻസോല്യൂബിൾ പ്രോട്ടീൻ്റെ ഡെപ്പോസിഷൻ ആണ് ഇൻ നമ്മുടെ ബ്രെയിൻ. അപ്പോൾ എന്താണ്, ന്യൂറോണൽ ടിഷ്യൂ ഡാമേജ് ആവുന്നതാണ് നമ്മളുടെ അസുഖത്തിനുള്ള കാരണം. അപ്പോൾ മസ്തിഷ്കത്തിൽ അലേയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടിയിട്ട് നമ്മുടെ ന്യൂറോണുകൾ, നാഡീകോശങ്ങൾ നശിക്കുന്നതാണ്. ലക്ഷണങ്ങൾ ശരീരത്തുള്ള നഷ്ടപ്പെടുന്നു, കൈകാലുകളൊക്കെ വിറയ്ക്കുന്നു, പാർക്കിൻസൺസ് ആണ് രോഗം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ടേബിൾ എന്താ തന്നിരിക്കുന്നത്, കോർണിയ ഉണ്ട്, പ്യൂപ്പിൾ ഉണ്ട്, യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു ഉണ്ട്. അപ്പോൾ എൻ്റെ മലയാളം മീഡിയത്തിലെ മക്കൾക്ക് ഇതാ ഇവിടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, എന്നിട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം പ്ലേ ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. മിസ് ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പ്ലേ ആക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ കോർണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഉന്തിയ സുതാര്യമായ ഭാഗമാണ്. ഓക്കെ, അതെന്തിനാണ് സഹായിക്കുന്നത്, അത് നമ്മളുടെ റിഫ്രാക്ട് ലൈറ്റ് റേറ്റ്, റെറ്റിനയിൽ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഷിരമാണ് അല്ലേ. എപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ഐറിസ്, ഐറിസിൻ്റെ സെൻറ്ററിലുള്ള സുഷിരമാണ്. എന്താണ്, ലൈറ്റിൻ്റെ എമൗണ്ട് ഒത്തിരി കടക്കുമ്പോൾ പ്യൂപ്പിൾ ചെറുതാവും, ഡിം ലൈറ്റ് ആണെങ്കിൽ വലുതാവും. ഇനി അടുത്തത് യെല്ലോ സ്പോട്ട്. എന്താണ് യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ, റെറ്റിനയിൽ കുറേ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്ന ഭാഗമാണ്. അവിടെയാണ് നമുക്ക് എന്തുണ്ടാവുക, മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടാവുക. ഏറ്റവും തെളിമയാർന്ന ഇമേജ് കിട്ടുന്നത് എവിടെയാണ്, നമ്മുടെ യെല്ലോ സ്പോട്ടിലാണ്. കോർണിയ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തേക്ക് ഉന്തിയ സുതാര്യമായ ഭാഗം പ്രകാശരശ്മികൾ കറക്റ്റ് റെറ്റിനയിൽ പതിക്കുന്നതിന് സഹായിക്കുന്നു. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ്, കണ്ണിലേക്ക് ഒത്തിരി പ്രകാശം കടക്കുന്നത് നിയന്ത്രിക്കുന്നു.
റെഡി അല്ലേ? ഇനി നമ്മളതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഓരോ ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ആണ്, പക്ഷേ മറ്റുള്ള ജീവികളിൽ കാണുന്ന റിസെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ പ്ലനേറിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലനേറിയയ്ക്ക് എന്താണ്, ഐസ്പോട്ട് ആണ് അല്ലേ? ഐസ്പോട്ട് എന്തിനാണ്? ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാനാണ് സഹായിക്കുന്നത് ഐസ്പോട്ട്. ആൻഡ് നമ്മുടെ ഷാർക്ക് ആണെങ്കിലോ, സ്രാവനാണെങ്കിൽ ലാറ്ററൽ ലൈനും ഉണ്ട്, അതേപോലെ തന്നെ ഓൾഫാക്ടറി റിസെപ്റ്റർ ഉണ്ട്. ഈ ലാറ്ററൽ ലൈൻ അല്ലെങ്കിൽ പാർശ്വവര ശരീരം ബാലൻസ് ചെയ്യാനാണ്. ആൻഡ് ഇൻസെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒമാറ്റിഡിയ ഉണ്ട്, ഇതും ലൈറ്റ് ആണ് ഡിറ്റക്ട് ചെയ്യുക. സ്നേക്കിന് ജേക്കബ്സൺസ് ഓർഗൻ ഉണ്ട്, സ്മെല്ല് അറിയാൻ വേണ്ടിയിട്ട്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ എല്ലാവരും സെറ്റ് ആക്കില്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നമ്മുടെ ഹോർമോൺസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ ഹോർമോൺസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം പലതരത്തിലുള്ള ഡിഫക്റ്റുകൾ, ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പലതരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ അക്രോമെഗലി ഉണ്ട് ആൻഡ് ജൈജാൻറ്റിസം, രണ്ട് ഗ്രോത്ത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് ക്രെട്ടിനിസം നിങ്ങൾ കരുതരുത് ഗ്രോത്ത് ഹോർമോണിൻ്റെ ആണ്, അത് തൈറോക്സിൻ്റെ ആണ്. ഓക്കെ, ഇനി അക്രോമെഗലി എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണ്. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം ഗ്രോത്ത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ ബോണിലെ ഫേസിലെ ബോണും അതേപോലെ തന്നെ ജോസിലെ ഫിംഗേഴ്സിലെയൊക്കെ ബോണ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. മുഖം, താടിയല് എന്നിവിടങ്ങളിൽ അമിതമായിട്ടുള്ള നമ്മുടെ അസ്ഥി വളർച്ച ഉണ്ടാവും. ആൻഡ് ക്രെട്ടിനിസം എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ ഇൻഫാൻസി സ്റ്റേജിലോ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലോ എന്താണ്, നമ്മുടെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, കുഞ്ഞിൻ്റെ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുത്തുന്നു. ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്, വളർച്ചാ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ നമുക്ക് ഓവർ ഗ്രോത്ത് ആണ് ഉണ്ടാവുക, ശരീരത്തിൽ അമിതമായ വളർച്ച. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ മക്കൾ എല്ലാവരും സെറ്റാക്കില്ലേ? ഓക്കെ, ഓരോ പേർ നിങ്ങൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇനി ഇത് കറക്റ്റ് ആൻസറിൻ്റെ ആണ്. അടുത്തൊരു ചോദ്യം, ഒരു ടേബിൾ റെഫറൻസിന് തന്നിട്ടുണ്ട്, അതിൻ്റെ ബേസിൽ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. അപ്പം നോക്കിക്കേ മക്കളെ, വിച്ച് പേഴ്സൺ ഈസ് ഡയബറ്റിക്, ഇതിൽ തന്നിട്ടതിൽ ഏത് വ്യക്തിക്കാണ് പ്രമേഹ രോഗമുള്ളത്? അപ്പോൾ ഇത് മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ 82, നമ്മളുടെ ലെവൽ എത്രയാണ്, 70 to 110 mg/100 ml ആണെങ്കിൽ അത് നോർമലാണ്. ഇതിൽ കൂടി കഴിഞ്ഞാലാണ് നമുക്ക് പ്രമേഹം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരാൾക്ക് 178 ഉണ്ട്, അതായത് ബി എന്ന് പറയുന്ന വ്യക്തിക്കാണ് പ്രമേഹ രോഗം ഉള്ളത്. ഈ രോഗത്തിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള കുറവ്, ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് നമുക്ക് പ്രമേഹ രോഗത്തിന് കാരണം. ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം, നമുക്ക് നമ്മുടെ യൂറിൻ്റെ പ്രസൻസ് അല്ല ഗ്ലൂക്കോസിൽ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, ഗ്ലൂക്കോസ് ഇൻ യൂറിനിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടാകും. പിന്നെ നമുക്ക് എന്താണ്, ഇൻക്രീസ് ദ തേഴ്സ്റ്റ്, ഭയങ്കര ദാഹം, ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ്, ഇൻക്രീസ്ഡ് വിശപ്പ്, ഭയങ്കര വിശപ്പ്, ഭയങ്കര ദാഹം, ഇതെല്ലാം നമ്മുടെ പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഇനി നമ്മളത് അടുത്തൊരു ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിമൽ ആൻഡ് പ്ലാന്റ് ഡിസീസസിൻ്റെ ടേബിളാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്ക് നോക്കിയാൽ പ്ലാന്റ് ഡിസീസസ്, സസ്യരോഗങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചില അസുഖങ്ങളും അവരുണ്ടാക്കുന്ന ആൾക്കാരെയും തന്നിട്ടുണ്ട്. നോക്കിക്കേ, വൈറസ് ഉണ്ടാക്കുന്നു, പീലാണ്, പയറ് ചെടിയിലാണെന്ന് പറഞ്ഞു. ആരായിരിക്കും? പയറ് ചെടിയിൽ നമുക്കുണ്ടാകുന്നത് ഏതാണ്, മൊസൈക്ക് ഡിസീസാണ്. പയറ് ചെടിയിലും മരച്ചീനിയിലും ഉണ്ടാക്കുന്നത് മൊസൈക്ക് രോഗമാണ്. ഇനി ബ്ലൈറ്റ് ഡിസീസ് പാഡിയിലാണെങ്കിൽ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാക്ടീരിയ ആണ് രോഗകാരി. ഇനി ബഡ്റോട്ട് ആരിലാണ്, കൂമ്പുചീൽ ആരിലാണ്, കോക്കനട്ടിലാണ്. കോക്കനട്ട് അല്ലെങ്കിൽ തെങ്ങ്, ഇതാരാണ്, ഫംഗസ് ആണ്. ഓക്കെ, ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമ്മളുടെ ഡിസീസസിൻ്റെ സെക്ഷനിൽ നിന്നാണ് കേട്ടോ. ഇത് മാച്ച് ചെയ്യാനാണ്, റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങളൊരു ടേബിൾ ആക്കി എഴുതുമ്പോൾ ഓരോന്നിൻ്റെ നേരെയും കറക്റ്റ് എഴുതണം. മിസ് ഇപ്പോൾ തൽക്കാലം മാച്ച് ചെയ്യാണ് ചെയ്യണേ. ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ദരോഗം ഉണ്ടാക്കുന്നത് ആരാണ്, നമ്മളുടെ ഫൈലേറിയൽ വേംസ് ആണ്. അതിവിടെ തന്നിട്ടില്ല, അപ്പോൾ നമ്മളത് മാച്ച് ചെയ്യണ്ട. ഓക്കെ, ഫൈലേറിയൽ വേംസ് തന്നിട്ടില്ല. പ്രോട്ടോസോവയല്ല, വൈറസ് അല്ല, ഫംഗസ് അല്ല, ബാക്ടീരിയ അല്ല. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ ഫംഗസ്, ഇവിടെ ലാസ്റ്റ് ബാക്ടീരിയയ്ക്ക് പകരം എന്ത് തന്നിട്ടുണ്ട്, ഇവിടെ ഫൈലേറിയൽ വിര എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈലേറിയൽ വേം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈലേറിയൽ വേം ഇംഗ്ലീഷ് മീഡിയത്തിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ അതായത് ഇങ്ങോട്ടേക്ക് നമ്മൾ മാച്ച് ചെയ്യുന്നു. ഫൈലേറിയൽ വിര എന്താണ് സംഭവിക്കുന്നത്, ആരാണ് പരത്തുന്നത്, FC ഫ്രൈഡ് ചിക്കൻ, ഫൈലേറിയാസിസ് ക്യുലെക്സ് മൊസ്കിറ്റോ.
അപ്പോൾ ആരാ പരത്തുന്നത്? ക്യുലെക്സ് കൊതുക്. ഇനി റിംഗ് വാം ആണെങ്കിൽ നമുക്കറിയാം വട്ടച്ചൊറി, ഫംഗസ് ആണ് പരത്തുന്നത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ്? ത്രൂ കോണ്ടാക്ട്. നമ്മൾ ഒരാൾ മറ്റൊരാളെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പകരും. ഇനി അടുത്തത് മലേറിയ ആണെങ്കിൽ പ്രോട്ടോസോവയാണ്. അതെങ്ങനെയാണ്? മലേറിയ മാൻ എന്ന് നമ്മൾ പഠിച്ചു. അനോഫിലസ് മൊസ്കിറ്റോ, അനോഫിലസ് കൊതുക്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ 3 മാർക്കിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ജെനറ്റിക്സിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ DNA പ്രൊഫൈലിംഗ്, ജീൻ മാപ്പിംഗ്, ജീൻ തെറാപ്പി, ജീനോം, ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഒരു മാച്ചിങ് പെയറിനെ, ഓക്കെ, ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഫോം ദ മാച്ചിങ് ടേബിൾ. നമ്മൾ മാച്ചിങ് പെയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. DNA പ്രൊഫൈലിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ ജെനറ്റിക് ഡിസീസ് അല്ല, ജീൻ മാപ്പിംഗ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെൻ്റ് അല്ല, ജീൻ തെറാപ്പി സം ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ അല്ല, ജീനോം. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ DNA പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. DNA-യിൽ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്നതാണ്. കളർ എന്തെങ്ങനെ? ഇതാ, ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ് നമ്മൾ എന്ത് പറയുക? DNA പ്രൊഫൈലിംഗ്. ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാലോ ലൊക്കേറ്റിംഗ് ദ പൊസിഷൻ ഓഫ് ജീൻ ഇൻ DNA. DNA-യിൽ ജീനിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതാണ്. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് ജെനറ്റിക് ഡിസീസസ്, ജനിതക രോഗങ്ങളുടെ ചികിത്സ. ആൻഡ് ജീനോം സം ടോട്ടൽ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ഇൻ എൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ശരീരത്തിലെ മൊത്തം ജനിതക വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോം എന്ന് പറയുന്നത്. ഇനി നമ്മളിതാ അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ് എന്നൊരു സിമ്പിൾ ഹമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ക്രോമസോം, നമ്മുടെ മനുഷ്യന്മാരിലുള്ള ടോട്ടൽ ക്രോമസോം എത്രയാ? 46 അല്ലേ? 46. അപ്പോൾ ഇവിടെ 46. ആൻഡ് നമുക്ക് 44 എണ്ണം എന്താണ്? സൊമാറ്റിക് ക്രോമസോം അല്ലെ സ്വരൂപ ക്രോമസോം ആണ് അല്ലേ? സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ നമ്മൾ പറയും സ്വരൂപ ക്രോമസോം. സ്വരൂപ ക്രോമസോം. അടുത്തത് എന്താണ്? 6 ക്രോമസോം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 എണ്ണം എഴുതിയാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. ഇനി അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ A ആൻഡ് B. A എന്ന് പറഞ്ഞാൽ ഇത് ടോൾ പ്ലാന്റ് ആണ്, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ T. ഇത് ഡ്വാഫ് ആണ്, അപ്പോൾ ഇവിടെ സ്മോൾ t. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ക്യാപിറ്റൽ Tയും സ്മോൾ tയും. Okay, illustrate the hybridization experiment of tall round-seeded plant with a dwarf wrinkled-seeded plant to produce the first generation. അപ്പോൾ നമ്മൾ എന്ത് മാത്രം ഉണ്ടാക്കിയാൽ മതി? ഒന്നാം തലമുറ. അപ്പോൾ ടോൾ ആയിട്ടുള്ള നീളം കൂടിയ ഉരുണ്ട വിത്തുള്ള ചെടികളും, ഓക്കെ, ഡ്വാഫ് ആയിട്ടുള്ള ഉയരം കുറഞ്ഞ ചെടികളും, ഓക്കെ, ഉയരം കുറഞ്ഞ ചെടികളും ചുളുങ്ങിയ വിത്തും തമ്മിലുള്ള ഒന്നാം തലമുറ. അപ്പോൾ ഇതിൻ്റെ ഗ്യാമേറ്റുകൾ, ബീജകോശങ്ങൾ ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ബീജകോശങ്ങൾ ഇങ്ങനെയാണ് വരിക. ഇത് രണ്ടും കൂടി ചേരുമ്പോഴുള്ള ഒന്നാം തലമുറ എങ്ങനെ വരും? ഇങ്ങനെ വരും. F1 ജനറേഷൻ. റെഡി? ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇസ് എ ഫ്ലോ ചാർട്ട്. ഇത് പക്ഷേ നമ്മളോട് കറക്റ്റ് ആക്കാനാണ് പറഞ്ഞത്. സ്മെല്ലിൻ്റെ ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ മക്കൾ ഇവിടെ പോസ് ചെയ്യുക, മലയാളം മീഡിയത്തിലെ മക്കൾ ഇവിടെ പോസ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇത് വീഡിയോ ആണല്ലോ, ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം മിസ്സ് പറയണത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ഒന്ന് കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? മിസ്സ് പറയണത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതിൽ ആദ്യം ഏതാണ് വരിക? ആദ്യം സ്മെല്ലിന് കാരണമായിട്ടുള്ള അരോമാറ്റിക് പാർട്ടിക്കിൾസ് നമ്മളെ നോസ്ട്രൽസിലൂടെ നമ്മുടെ മൂക്കിലെത്തണം. അപ്പോൾ ഇതാണ് A. അല്ലെങ്കിൽ മിസ്സ് വേറെ കളർ കൊണ്ട് കൊടുക്കുക. ഇതാണ് 1. ഓഹോ, ഇതാണ് 1. ഓക്കെ, ഇനി 2 മൂക്കിലെത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മ്യൂക്കസിൽ ലയിക്കണം. അതാണ് 2. മ്യൂക്കസിൽ ലയിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? നമ്മുടെ സ്റ്റിമുലേറ്റ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് 3. ഗന്ധഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെട്ടാൽ ആവേഗങ്ങൾ ഉണ്ടാവും. ആ ആവേഗങ്ങൾ നമ്മളുടെ ബ്രെയിനിൽ എത്തണം. ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗന്ധം അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് സീക്വൻസ് നമ്മൾ എങ്ങനെ എഴുതുക? 2, പിന്നെ ഏതാണ് 5, പിന്നെ ഏതാണ് 4, പിന്നെ ഏതാണ് പിന്നെ വരുന്നത് 3, പിന്നെ 5 വരുന്നത് 6, പിന്നെ വരുന്നത് 1. 2, 5, 4, 3, 6, 1 ആണ് എൻ്റെ മക്കൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കമൻറ്റിന് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ മലയാളം മീഡിയത്തിനെയും കൂടെ മിസ് ഇതൊന്ന് ഫില്ലാക്കട്ടെ. എന്നിട്ട് അപ്പോൾ ആദ്യം നമ്മുടെ മൂക്കിൻ്റെ ഗന്ധകണികകൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോഴെന്താ ഉണ്ടാവുക? ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. ശ്ലേഷ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഗന്ധഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. അപ്പോൾ അവർ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ സെറീബ്രത്തിൽ എത്തുന്നു. അപ്പോൾ നമുക്ക് സ്മെല്ല് അറിയുന്നു. ഓക്കെ, ഇനി നമ്മളതേ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിന് ABCD ഉണ്ട്, പക്ഷെ ഇത് നിങ്ങൾ കറക്റ്റ് ഓർഡർ ആക്കണം. ആദ്യം എന്താ സംഭവിച്ചത്? കെമിക്കൽ എവല്യൂഷൻ, ഓർഗാനിക് കോമ്പൗണ്ട്സ്, യൂക്കാരിയോട്ടിക് സെൽ, മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആൻഡ് കോളനീസ് ഓഫ് യൂക്കാരിയോട്ടിക് സെൽ. ആദ്യം എന്താ സംഭവിച്ചത്? നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ ഉണ്ടായി അല്ലേ? കെമിക്കൽ എവല്യൂഷൻ നടന്നപ്പോഴാണ് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ജൈവ സംയുക്തങ്ങളുടെ രൂപീകരണം ഉണ്ടായത് അല്ലേ? അപ്പോൾ ആദ്യം രാസപരിണാമം, അപ്പോൾ ജൈവ സംയുക്തങ്ങളുടെ രൂപീകരണം, അങ്ങനെ ജൈവ സംയുക്തങ്ങൾ രൂപപ്പെട്ടിട്ട് ആദ്യം ഉണ്ടായത് എന്താണ്? നമ്മുടെ പ്രോകാരിയോട്ടാണ് ആദ്യം ഉണ്ടായത്. പ്രോകാരിയോട്ടിൽ നിന്ന് നമുക്ക് എന്തുണ്ടായി? യൂകാരിയോട്ട് ഉണ്ടായി. 4 ആരാ ഉണ്ടായത്? യൂകാരിയോട്ടിൽ നിന്ന് കോളനീസ് ഓഫ് യൂകാരിയോട്ടുകളുടെ കോളനി 5. 6-മതായിട്ടാണ് ബഹുകോശ ജീവി, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഈ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വലിയ ടേബിൾ അല്ല, ഒരു വലിയ ഫ്ലോ ചാർട്ട് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഇതെൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മിസ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഡർ കറക്റ്റ് ആണോ എന്നുള്ളത് എൻ്റെ മക്കളെല്ലാവരും നിങ്ങളുടേത് കറക്റ്റാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മിസ് കാണുകയാണെങ്കിൽ മിസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ബയോളജി എക്സാം നമ്മൾ തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും. എൻ്റെ മക്കളെല്ലാവരും അത് കറക്റ്റായിട്ട് നോക്കുക, കാണുക, പഠിക്കുക. ഓക്കെ.